അപ്പൊ തുടങ്ങാം അല്ലേ? അയ്യപ്പദാസ്, ഇതില് ഞാൻ ചോദിച്ചിരുന്ന 5 ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഉത്തരം മുഴുവൻ ഒന്നുകിൽ കള്ളമാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമാണ്, അല്ലെങ്കിൽ തെറ്റാണ്. ഞാൻ എന്തൊരു മണ്ടൻ. അതിന് പിള്ളേരെ കൂടെ അറിയിക്കും. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ 2 ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇത് അവര് തന്നെ പറയുന്നതല്ലേ, അവരൊരു കള്ളക്കേസിലെ പ്രതിയായിട്ടുള്ള അവര് തന്നെ പറയുന്നതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ അദ്ദേഹമല്ലേ പറഞ്ഞത് ഇവരൊരു ഡിപ്ലോമാറ്റ് ആണ് എന്ന്? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സ്പീക്കറിനെ ശ്രീരാമകൃഷ്ണൻ, നിങ്ങൾക്ക് മനോരമയ്ക്ക് ബ്രേക്കിംഗ് കാണിക്കാം, ശ്രീരാമകൃഷ്ണനെ തള്ളിപ്പറഞ്ഞ് എം പി രാജേഷ് നിങ്ങൾക്ക് കാണിക്കാം. കാരണം ഡിപ്ലോമാറ്റ് ആണ് എന്ന് ശ്രീരാമകൃഷ്ണനാണ്. ഒന്ന് ശ്രീ രാജേഷ് ഞാൻ സംസാരിക്കട്ടെ. നീ അങ്ങോട്ടാണ് തള്ളിക്കറി വരുന്നത്, അങ്ങോട്ട് ഇറങ്ങിക്കടാ. ഞാൻ സംസാരിക്കട്ടെ, താങ്കൾ ആ പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. അത് നടക്കൂല. 1. 2, ഇനി അവർ ഡിപ്ലോമാറ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമകൃഷ്ണൻ ആയിരിക്കെ തന്നെ അവരുടെ ബിസിനസ് കാർഡിലുള്ളത് കേരള സർക്കാരിന്റെ ലോഗോയാണ്. കേരള സർക്കാരിന്റെ ലോഗോയാണെങ്കിൽ അവിടെ UAE സർക്കാരിന്റെ കോൺസുലേറ്റിന്റെ ലോഗോയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്ട് അനുസരിച്ച് അവർ 2 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അതിൽ കേരള സർക്കാർ എൻക്വയറി ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 1. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. 2, താങ്കൾ ഇവിടെ പറഞ്ഞു പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിനെ എംപാനൽ ചെയ്തിരിക്കുന്നത് കേന്ദ്രമാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് എടുത്ത് കളയണമെന്നും ഞാൻ പറഞ്ഞില്ല. താങ്കൾ ഇനി ഈ ചർച്ചയൊന്ന് റീവൈൻഡ് ചെയ്ത് കേട്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഒരു റെക്കമെൻഡേഷൻ കൊടുക്കണം, ഒരു ശുപാർശ ചെയ്യണം, ഇവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവർ മാൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നു. ഈ വാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അതിനെപ്പറ്റി പറഞ്ഞില്ല. ഇനി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അടുത്ത ചോദ്യം ശിവശങ്കരനെ പറ്റി. ശിവശങ്കരന്റെ എൻക്വയറിയിൽ എന്താണ് പ്രശ്നം? ഞാൻ ശിവശങ്കരനെ പ്രൊട്ടക്ട് ചെയ്യുകയും എതിർക്കുകയും രണ്ടും കൂടി ഒന്നിച്ചല്ല ചെയ്തത്. ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശിവശങ്കരൻ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് അറിയുന്നതിനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണ്? അവിഹിതമാണോ പ്രശ്നം, അതോ ഒരു സ്ത്രീയുമായിട്ടുള്ള സൗഹൃദമാണോ പ്രശ്നം? എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് പറയൂ. അങ്ങനെയാണെങ്കിൽ ശ്രീരാമകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കവരെ അറിയാം, ശിവശങ്കരനും അറിയാം. പക്ഷേ ശ്രീരാമകൃഷ്ണൻ അതേ സ്ഥാനത്ത് തുടരുന്നു. അപ്പൊ എന്ത് ബന്ധമാണ് അതിന് മുകളിൽ ശിവശങ്കരൻ അവിടെ ഉള്ളത്? ഇനി ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ, അതും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നതാണ് സദാചാരമെങ്കിൽ PK ശശി വിഷയം എന്താ ഓർക്കാത്തത്? ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ മുകളിൽ കേറിയതല്ല, എന്നെ കേറ്റിയതാ. PK ശശി വിഷയം ഓർത്തിരുന്നപ്പോൾ അദ്ദേഹവും ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണല്ലോ. അദ്ദേഹത്തിനെതിരെ നടപടി പാർട്ടി തലത്തിലാണ് മാറ്റി നിർത്തിയത്, അല്ലാതെ ഇദ്ദേഹത്തിനെ MLA സ്ഥാനത്ത് നിന്നല്ല ഒരു കാര്യവും ചെയ്തിരുന്നത്. 1. താങ്കൾ ഒഴിവാക്കിപ്പോയ ചോദ്യം എന്ന് പറയുന്നത് സർവൈലൻസ് ആണ്. സർവൈലൻസിനെ പറ്റി താങ്കൾ പറഞ്ഞില്ല. ഇനി താങ്കൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒടുവിൽ വരെയും ഉയർത്തിയ ഒരു വാദമാണ്. അതിന് താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇത് പോകണ്ടേ? അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞേക്കൂ. 100%. അയ്യപ്പദാസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കെന്താണ് ബന്ധം? ഞാൻ പറയുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ്. 100% ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ആ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇവിടെയുള്ള UAE അംബാസിഡർ ആയിട്ടുള്ള അൽബന്ന തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഡിപ്ലോമാറ്റിക് കാർഗോയാണെങ്കിലും ഡിപ്ലോമാറ്റിക് റൂട്ട് വഴി വരുന്ന എല്ലാ കാര്യങ്ങളും ആ സർക്കാരിന്റേതാകണമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ അവരുടെ UAE ഇന്ത്യയിലുള്ള പ്രതിനിധിയായിട്ടുള്ള അൽബന്നയാണ്. അദ്ദേഹം അംബാസിഡറാണ്. അപ്പൊ ഇതിന്റെ ഒറിജിൻ എവിടെയാണ് എന്നുള്ളത് അറിയണം, അത് ആരിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അറിയണം. അതിനിടയ്ക്ക് വെച്ച് ഈ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഒരു ബ്രേക്ക് ദ ചെയിൻ കളിക്കുകയല്ല ഇവിടെ വേണ്ടത്. കോട്ടെ സാരമല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇനി ഒരു കാര്യം കൂടി പറയാം, അത് അസന്നിഗ്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. എൻക്വയറി ഉണ്ടാകണം, പൂർണ്ണമായിട്ട് അറിയണം. 1. ഇനി 2, ശ്രീ ശബരിനാഥൻ എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതേപോലെ ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല എന്നുള്ളത് ഞാൻ പലവട്ടം ശ്രീ രാജേഷിനോട് പറഞ്ഞിട്ടുള്ളതാണ്. താങ്കൾക്ക് എന്തോ മതിഭ്രമം ബാധിച്ചിട്ടുണ്ട്. താങ്കൾ എന്നെ എപ്പോഴും കാണുന്നത് BJP ആയിട്ട് മാത്രമാണ്. എനിക്ക് കോൺഗ്രസിലുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, താങ്കളുടെ പാർട്ടിയിലുള്ള ശ്രീ A സമ്പത്തുമായിട്ട് ബന്ധമുണ്ട്, BJPയിലുള്ള ശ്രീ K സുരേന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. എല്ലാവരെയും അറിയാം. താങ്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരം മുട്ടുന്ന സമയത്ത് എന്തെങ്കിലും കാര്യത്തിൽ BJP എന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ കഴിഞ്ഞു രാജേഷ്. പോത്തിനോടാണോ വേദം ഓതുന്നത്? അതിനി എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഒരു രക്ഷ ജപിച്ച് കെട്ടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രമാത്രം.